ശ്രീ രാജേഷ് ചിറപ്പാട്, നോക്കൂ, ഇവിടെ വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുന്നു, എന്നിട്ട് അപ്പുറത്ത് പറയുന്നു തങ്ങൾ നിരങ്ങില്ലെന്ന്. അവർ തന്നെ പറഞ്ഞു, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മണിക്കൂറിൻ്റെ എണ്ണം പറഞ്ഞു അവർ നിരങ്ങിയതിൻ്റെ കഥ. 11,000-ൽ നിന്ന് 20,000-ആയി ഭൂരിപക്ഷം വർദ്ധിച്ചതിൻ്റെ ഗുട്ടൻസും അവർ പറഞ്ഞു തന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ, അവരുടെ മെഷീനറി അതിനുവേണ്ടി സഹായിച്ചത്, അതിനുവേണ്ടി കിടന്ന് യാചിച്ച ആൾക്കാർ, അത് വി ഡി സതീശൻ മാത്രമല്ല, നിരവധി പേരുണ്ട് കോൺഗ്രസിനുള്ളിൽ. പക്ഷേ വി ഡി സതീശൻ്റെ ഇത്തരം ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള വാദങ്ങളോട് എതിർപ്പുള്ള വലിയൊരു കോൺഗ്രസ് വിഭാഗമുണ്ട് മതേതരത്തിൻ്റെ ചേരിയിൽ. നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കെ എസ് അരുൺകുമാർ ഇരിക്കുന്ന നഗരത്തിൻ്റെ മേയർ പോലും പറഞ്ഞു തന്നെ ആരാണ് ഇത്തരത്തിൽ മേയർ സ്ഥാനത്തേക്ക് എത്തിച്ചത്. നമുക്കറിയാം, അതിനു മുമ്പ് ഒരു മുതിർന്ന വനിതാ നേതാവ് അവരെ അത് മോഹിപ്പിച്ചെത്തി. പക്ഷേ അവർക്കത് തട്ടിക്കളയുന്ന സാഹചര്യം ഉണ്ടായത് സാമുദായികമായ ഇടപെടലിൽ കൊണ്ടാണ് എന്ന് പറഞ്ഞിരുന്ന ആരോപണങ്ങളെ ശരിവെക്കുന്നതാണത്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരു വിധത്തിലും രാഷ്ട്രീയത്തിൽ മതവും സമുദായം കലർത്തില്ലെന്ന്. പക്ഷേ ആ മേയർ തന്നെ വന്ന് പറഞ്ഞു എങ്ങനെയാണ് അവർ മേയറായതെന്ന്. അപ്പോൾ ഇതൊക്കെ ഏതൊക്കെ അർത്ഥത്തിലാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത്, എങ്ങോട്ടേക്കാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് വളരെ തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു ചർച്ചയ്ക്കപ്പുറത്തേക്ക് കേരളത്തിൻ്റെ ഒരു ജനാധിപത്യ മണ്ഡലത്തിൽ അതിൽ ഇടതുപക്ഷ മതനിരപേക്ഷ മുന്നണികളെല്ലാം, പ്രത്യേകിച്ച് LDF മുന്നണികളെല്ലാം വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ്. നമ്മൾ രാഷ്ട്രീയമായിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പോലും അപ്പോൾ ഇത് വി ഡി സതീശൻ പറയുന്ന പല കാര്യങ്ങളും അത് വളരെ ദൂരവ്യാപകമായിട്ടുള്ള വലിയ ഗുരുതരമായ തെറ്റുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പം അദ്ദേഹം പല നുണകളിലൂടെയാണ് ഇത് മുഴുവൻ ആവർത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നുണകളിലൂടെ. അപ്പോൾ ഇപ്പോൾ LDFൻ്റെ കാലത്ത് വർഗീയ സംഘർഷം ഉണ്ടായെന്ന് വരെ അദ്ദേഹം പറഞ്ഞു. ഒരു പച്ചക്കള്ള പറയുകയാണ്. ഈ പറയുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ടിട്ടുള്ള കലാപങ്ങളെല്ലാം, ദൗർഭാഗ്യകരമായിട്ടുള്ള ഈ കലാപങ്ങളെല്ലാം നടന്നത് UDFൻ്റെ കാലത്താണ്. ഇതെല്ലാം വളരെ ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും ഏതൊരു സാധാരണ മനുഷ്യർക്കും ഓർമ്മയുള്ള ഏത് മനുഷ്യർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഈ ഓർമ്മയാണ് വി ഡി സതീശനെ പോലുള്ള ആളുകൾ പരിഹസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം നുണകൾ മാത്രമല്ല, ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടിയുണ്ട്. അതായത് ഈ സാമുദായികമായ നേതാക്കന്മാരുടെ നിറങ്ങി, സാമുദായികമായ നേതാക്കന്മാരെല്ലാം ഇപ്പോൾ വി ഡി സതീശന് എതിരാണ്. ഇപ്പോൾ സാമുദായിക നേതാക്കന്മാർ ശരിയാണോ തെറ്റാണോ എന്നുള്ള വാദമല്ല ഞാൻ പറയുന്നത്. പ്രധാനപ്പെട്ട ചില സാമുദായിക നേതാക്കന്മാർ വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് അനഭിമതനായി മാറുന്നത്, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ വളരെ കൃത്യമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP പോലുള്ള രാഷ്ട്രീയ കക്ഷികളുമായി ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പലതരത്തിലുള്ള ബാന്ധവങ്ങളും ഉണ്ടാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ബഹുമാന്യ സഖാവ് അരുൺകുമാർ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ ആശ്ലേഷിച്ചുകൊണ്ടുള്ള ഒരു മെക്കാനിസം, ഇത് ആരുടെ ബുദ്ധിയാണെന്നറിയില്ല. കേരളം എങ്ങനെയും നശിച്ചു കാണാൻ വേണ്ടി എങ്ങനെയും അധികാരത്തിലേറണം, അതുമാത്രമേ ഉള്ളൂ. കേരളത്തിൻ്റെ മതനിരപേക്ഷ ഒരു വലിയ മതനിരപേക്ഷ മനസ്സുണ്ട്, ഒരു സന്തുലിതാവസ്ഥയുണ്ട്, സാമുദായികമായ സന്തുലിതാവസ്ഥയുണ്ട്. ഇതിനെ മുഴുവൻ തുരങ്കം വെക്കുന്ന തരത്തിലുള്ള നാണം കെട്ട കളികളാണ് UDF കളിക്കുന്നതെങ്കിൽ വളരെ ദൂരവ്യാപകമായിട്ടുള്ള ഒരു വലിയ പ്രതിഫലനം അത് UDFനെതിരായിട്ടുണ്ടാകും. തീർച്ചയായും അതാണ് UDFനെതിരായിട്ടുണ്ടാകും. തീർച്ചയായും.